കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയവും പ്രവാസികളുടെ അവകാശങ്ങളും ഗൗരവമായി ചർച്ച ചെയ്ത ജിദ്ദ KMCC മീഡിയ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കേരള അറ്റ് 2026 പ്രവാസത്തിന്റെ നിലപാടും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ പാനൽ ഡിബേറ്റ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജിദ്ദയിലെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജിദ്ദ സീസൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പാനൽ ഡിബേറ്റ് KMCC ജനറൽ സെക്രട്ടറി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് വെറും വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോവിഡ് കാലം നമ്മൾ മറക്കാൻ പാടില്ലെന്നും മുസ്തഫ പറഞ്ഞു. പ്രവാസത്തിൻ്റെ പ്രയാസങ്ങളിൽ കുടുംബങ്ങളിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ മറ്റോ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുറസാഖ് മാസ്റ്റർ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. മീഡിയ വിംഗ് ചെയർമാൻ സുൽഫിഖ്രോദായി മോഡറേറ്റർ ആയിരുന്നു. ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഒരു അവകാശമായി കിട്ടണം എന്നുള്ളതാണ് റൈറ്റ് ടു പെൻഷൻ എന്ന് പറഞ്ഞത്. UDF ഗവൺമെന്റ് ഇട്ടേച്ചു പോയ ഹൈവേ ഏറ്റെടുത്ത് അത് നടത്താൻ കഴിഞ്ഞു. ഇത്രയും കുട്ടികളുടെ വിദ്യാഭ്യാസം ആശങ്കയിലായിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ CBSE ഇത്തരം ഒരു പോളിസി ഇറക്കിയപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും പുരോഗതികൾ വാചാലമായി സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കുകളിലെ വാചാലതയിലല്ലോ കാര്യം, നമുക്കതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലങ്ങളിലാണല്ലോ കാര്യം. ഇതിൽ നമുക്ക് എന്ത് ആശങ്കയാണ് സർക്കാർ ഉന്നയിച്ചത്? മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ഫലപ്രദമായ പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കുക, വോട്ടവകാശത്തിനായി പ്രോക്സി വോട്ട്, ബാലറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളും ചർച്ചയിൽ ഉയർന്നു. UDF പ്രകടന പത്രിക പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഹക്കീം പാറക്കൽ പറഞ്ഞു. ഇതെല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോഴല്ലേ ഇന്ത്യ എന്നുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള ഭാരതം. ഭൂരിപക്ഷ പ്രതിനിധികളും അത് ശരിവെച്ചു. വാസു, സിബി ജോർജ്, KV നാസർ, മോഹസിന ഷരീഫ്, മുംതാസ് ടീച്ചർ, ഷമീല മൂസ, അബ്ബാസ് ചമ്പൻ, ഉബൈദുള്ള തങ്ങൾ, സിദ്ദീഖ്, ഇസാഖ് പൂണ്ടോളി, ജലാൽ തേനിപ്പാലം തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു. നാസർ വെളിയങ്കോട് ചർച്ച ഉപസംഹരിച്ചു. മീഡിയ വിംഗ് കൺവീനർ ജാഫർ പാലക്കോട് സ്വാഗതവും മൂസ പട്ടത്ത് നന്ദിയും പറഞ്ഞു. നൌഫൽ ഉള്ളാടൻ, ബാദുഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖ്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും.